അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെ റീഡ് ഓപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ റീഡ് ഓപ്പറേഷൻ നമ്മൾ ഈ പറഞ്ഞ ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ട് റീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്തു. ഒരു പൊസിഷനുള്ള ഏതെങ്കിലും ഒരു ഇൻഡെക്സ് പൊസിഷനുള്ള എലമെൻറ്റിനെ നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേഷൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഡിലീറ്റ്. ഏതൊരു ഡേറ്റ ടൈപ്പിനും അതിൻ്റെ കൂടെ കുറച്ച് ഫങ്ഷൻസ് വരും. അതിനെ മെത്തേഡ്സ് എന്ന് വിളിക്കാം. എന്നുവെച്ചാൽ നമുക്ക് നമ്മളൊരു സ്ട്രിങ് ഉണ്ടാക്കുകയാണെങ്കിൽ പറയാം, സ്ട്രിങ്ങിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കാം, ലാസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കാം. അതുപോലെ തന്നെ അതിനകത്തുള്ള നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എത്രയാണ്, ഒരു നമ്പേഴ്സിൻ്റെ ആണെങ്കിൽ അതിനകത്തുള്ള മാക്സിമം വാല്യൂ എത്രയാണ്, മിനിമം വാല്യൂ എത്രയാണ്, സോർട്ട് ചെയ്യാം, ആൽഫബറ്റിക് ഓർഡർ, അങ്ങനെ കുറേ ഓപ്പറേഷൻസ് നമ്മൾ എന്ത് ചെയ്യാം ഒരു ഡേറ്റ ടൈപ്പിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ നമ്മളുടെ ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് പോലുള്ള എഡിറ്റേഴ്സിൻ്റെ ഉപയോഗം വരുന്നത്. ഇപ്പോൾ ഉദാഹരണം ഞാനിപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ലിസ്റ്റ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ ലിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കുന്നു. നേരത്തെ പോലെ ഞാൻ ലിസ്റ്റ് കോപ്പി ചെയ്യാണ്. അവിടെ നിന്ന് മൈ ലിസ്റ്റിൻ്റെ വാല്യൂസ് ഞാൻ കോപ്പി ചെയ്യുന്നു, VS കോഡിലേക്ക് എടുക്കുന്നു. അപ്പം ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്നൊക്കെ പറഞ്ഞത് ഒരു IDE ആണ്, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. അപ്പോൾ അത് സാധാരണ എഡിറ്റേഴ്സ്, അതായത് വേർഡ്, നോട്ട് പാഡ് പോലുള്ള എഡിറ്റേഴ്സിന് എങ്ങനെ വ്യത്യാസപ്പെടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻബിൽറ്റായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിനകത്ത് കുറേ എക്സ്റ്റൻഷൻസ് ഉണ്ട്, പ്ലഗിൻസ് ഉണ്ട്, മറ്റുള്ള സിസ്റ്റംസുമായിട്ട് നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ ഗിറ്റ് പോലുള്ള ഇൻറ്റഗ്രേഷൻ ടൂൾസ് ഉണ്ട്. അതുമല്ല നിങ്ങൾക്ക് ഇൻറ്റഗ്രേഷൻ ഡെവലപ്മെൻറ്റിലേക്ക് എങ്ങനെ വേണമെങ്കിലും പ്ലഗിൻസിനെ ആഡ് ചെയ്യാം. ഇപ്പം പൈത്തൻ്റെ സിൻറ്റാക്സ് മനസ്സിലാക്കുന്ന പൈത്തൺ ലൈബ്രറീസ് ഉണ്ട്, പൈത്തനെ ലിങ്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ടെർമിനൽസിനെ ഇൻക്ലൂഡ് ചെയ്യാം, അതിനെ തന്നെ കൺസോൾ ഔട്ട്പുട്ട് കാണാം, ഡീബഗ് ചെയ്യാം, അങ്ങനെ കുറേ ഫീച്ചേഴ്സ്. അതുകൊണ്ടാണ് എന്താ വെച്ചാൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കാണ് കുറേ ഡെവലപ്മെൻറ്റ് ഫീച്ചേഴ്സിനെ. അതുകൊണ്ടാണ് IDE എന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ പ്രിൻറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ കൊടുക്കുകയാണ് ലിസ്റ്റ് ഡോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറേ മെത്തേഡ്സ് ഫങ്ഷൻസ് വരുന്നുണ്ട്. ഫങ്ഷൻസിനെയാണ് ഈ പറഞ്ഞ ഒരു ബോക്സ് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മ്യൂട്ടബിൾ ആണ്. എന്ന് പറഞ്ഞാൽ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൻഡ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ചെയ്യാം എന്ന് വെച്ചാൽ നമുക്കൊരു ലിസ്റ്റിൽ നിന്ന് മൊത്തം എലമെൻറ്റിനെ എടുത്ത് കളയാം, ഒരു ലിസ്റ്റിനെ മറ്റൊരു ലിസ്റ്റിലേക്ക് കോപ്പി ചെയ്യാം, അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാം, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം മറ്റുള്ള ലിസ്റ്റുമായിട്ട്, ഇൻഡെക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം, എത്ര ഇൻഡെക്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഇൻസേർട്ട് എന്ന് വെച്ചാൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഞാൻ എല്ലാം ഉപയോഗിക്കുന്നില്ല, പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊരു ഡേറ്റ ടൈപ്പിനും അതിൻ്റെ അസോസിയേറ്റ് ചെയ്യുന്ന കുറേ മെത്തേഡ്സ് ഉണ്ടാവും. ആ മെത്തേഡ്സിനെ നിങ്ങൾ ആ സമയത്തേക്ക് എനിക്ക് ലിസ്റ്റിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ സമയത്ത് ChatGPT എടുത്തോ ഗൂഗിളിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ അതിനുള്ള ഗൈഡൻസ് തരും. അപ്പോൾ മനസ്സിലാക്കണം, അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ വേണമെങ്കിൽ അപ്പൻഡ് ചെയ്യാം. അപ്പൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കണം, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഹൈ എന്നുള്ളൊരു ഒബ്ജക്റ്റ് ഞാൻ അപ്പൻഡ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ പറയുന്നത് പ്രിൻറ്റ് ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നു. ഞാനിവിടെ ഉള്ള ഇതൊക്കെ ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാൻ എടുത്തതാണ്. ഞാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യാണ്. ഞാൻ സേവ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ഇപ്പോൾ കണ്ടോ, ഹായ് എന്നുള്ളത് അപ്പൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എലമെൻസിൻ്റെ അവസാനത്തിലേക്കായിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഇൻഡെക്സ് പൊസിഷൻ പറഞ്ഞു കൊടുത്തില്ല, പക്ഷേ ആ ഇൻഡെക്സ് പൊസിഷനിലേക്ക് ആഡ് ചെയ്തു. എനിക്കൊന്ന് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഡെക്സ് പൊസിഷൻ പറഞ്ഞു കൊടുക്കാം. ഇൻസേർട്ട് ഫോർ എക്സാമ്പിൾ ഈ അപ്പൻഡിന് പകരമായിട്ട് ഞാൻ പറയാണ് ഇൻസേർട്ട്. അപ്പോൾ ഇൻസേർട്ട് ഓപ്പറേഷൻ അതിനകത്ത് ഗൈഡൻസ് വരും. ഇൻസേർട്ട് എന്ന് എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇൻഡെക്സ് പൊസിഷൻ ഏതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു 0th ഇൻഡെക്സിൽ കൊടുക്കുക എന്ത് ഹായ്. അപ്പോൾ ഞാൻ വീണ്ടും സേവ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഹായ് എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞ ഇൻഡെക്സിലേക്ക് ഇട്ടു. അതാണ് എൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഇൻഡെക്സ് പൊസിഷൻ മാറ്റിയിട്ട് 2 ആക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 12 കഴിഞ്ഞിട്ട് സേവ് ചെയ്തില്ല, സ്റ്റോർ ഉണ്ടോ ഹായ് എന്ന് പറഞ്ഞത് ആ ഇൻഡെക്സ് 3rd പൊസിഷനിലേക്ക് വന്നു. ഏകദേശം ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ ഈ പറഞ്ഞ ഇതിന് മൊത്തത്തിൽ ക്ലിയർ ചെയ്യാൻ വേണമെങ്കിൽ എന്ന് വെച്ചാൽ ലിസ്റ്റ് അങ്ങനെ ഉണ്ടാകും, പക്ഷേ ലിസ്റ്റിലെ ആ ഐറ്റംസ് നമുക്ക് എംപ്റ്റി ചെയ്യാൻ പറ്റും. സോറി, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്ത ലിസ്റ്റാണ് പിന്നെ കണ്ടത്. ഞാൻ കേട്ടോ ഇതിന് ക്ലിയർ ചെയ്തിട്ട് ക്ലിയർ ഫങ്ഷൻ അല്ലേ, ക്ലിയർ ചെയ്തിട്ട് അപ്പം നൺ വാല്യൂ ആണ്. ഇപ്പം അതിനകത്തൊന്നുമില്ല, മനസ്സിലായോ?
എന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഉപയോഗം വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആമസോണിൻ്റെ കാർട്ട് ഉണ്ടാക്കി ഒരു ഇ-കൊമേഴ്സ് കാർട്ട് ഉണ്ടാക്കി ആ കാർട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞ വാല്യൂസ് ആഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ സാധനം വാങ്ങിക്കുന്ന എല്ലാം അതിനകത്ത് ആഡ് ചെയ്ത് പോവാണ്. അപ്പോൾ ആഡ് ചെയ്ത സമയത്ത് നമ്മൾ പർച്ചേസ് കഴിഞ്ഞു പേയ്മെൻറ്റിലേക്ക് വരുന്നു. പേയ്മെൻറ്റ് ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു എടുത്ത സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ കാർട്ട് കൊണ്ടുവന്ന് വീണ്ടും ആ ഡെസ്കിൻ്റെ സൈഡിൽ കൊണ്ടുവെക്കണം എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ക്ലിയർ ദ കാർട്ട്. എന്നാൽ ലിസ്റ്റ് ഡിലീറ്റ് ആവുന്നില്ല, കാർട്ടുണ്ട്, പക്ഷേ കാർട്ടിനകത്ത് സാധനം എടുത്ത് കളയണം, അപ്പോൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അറ്റ് ദി എൻഡാണ് ഈ പറഞ്ഞ ക്ലിയർ ഓപ്ഷൻ വരുന്നത്. പിന്നെ അതുകൂടാതെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, ഡോട്ട് റിമൂവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ റിമൂവ് ലിസ്റ്റ് കണ്ടെന്ന് തോന്നുന്നു, അങ്ങനെയാണ് തോന്നുന്നു. ഒരുപാടുണ്ട്, ഇത് സെയിം സാധനം തന്നെ. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ടെന്ന് തോന്നുന്നു, ഡിലീറ്റ് ലിസ്റ്റ് ഉദാഹരണം. എന്നിട്ട് ഞാൻ പറയുകയാണ് പ്രിൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇല്ലാത്ത ലിസ്റ്റിനെ ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ പറയുകയാണ്, കാരണം ഡിലീഷൻ ഇവിടെ കഴിഞ്ഞു. എന്നിട്ടാണ് ഞാൻ പറയുന്നത് ലിസ്റ്റിനെ പ്രിൻറ്റ് ചെയ്യാൻ. എവിടെ ഈ ക്ലാസ് ഓബ്ജക്റ്റ് ഇതൊക്കെ ഇപ്പോൾ വിളിച്ചു ഞാൻ ക്ലാസ് ടൈപ്പ് ഇതെപ്പോൾ എവിടെ വിളിച്ചേ ഡിലീറ്റ് ഓപ്പറേഷൻ ഡിലീറ്റ് എന്നാണ് എൻ്റെ ഓർമ്മ, പക്ഷെ ഞാൻ അതിലേക്ക് നോക്കുന്നില്ല. ഡിലീഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒബ്ജക്റ്റ് എലമെൻസിനെ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്യാം പ്രിൻറ്റ് ലിസ്റ്റ് ഡോട്ട് റിമൂവ്, മേ ബി ദാറ്റ് വിൽ വർക്ക്. റിമൂവ് ടേക്സ് അറ്റ് ലീസ്റ്റ് വൺ ആർഗ്യുമെൻറ്റ്. എന്താണ് ആർഗ്യുമെൻറ്റ് നോക്കട്ടെ. റിമൂവ് ഒക്കറൻസ് ഓഫ് ദി വാല്യൂ, ഫസ്റ്റ് ഒക്കറൻസ് എന്ന് വെച്ചാൽ എലമെൻറ്റ്സിനെ റിമൂവ് ചെയ്യുന്നത് വെച്ചാൽ 1 by 1 ആയിട്ട് പോപ്പ് എടുത്ത് കളയുന്ന പരിപാടിയാണ്. വേറെ പോപ്പ് ഉണ്ട് അതിനകത്ത്, ലാസ്റ്റ് എലമെൻറ്റിനെ പോപ്പ് ചെയ്ത് കളയുന്നത് എന്ന് വേണം നോക്കാം. ലിസ്റ്റ് ഡിലീഷൻ ആൻഡ് ഡിക്ഷണറി ഡിലീഷൻ. അടുത്തൊരു ഡേറ്റ ടൈപ്പ് ഉണ്ട്, അതിൻ്റെ കൂടെ ഞാൻ ഡിലീഷൻ നോക്കുകയാണ്. കാണുന്നില്ല, ഡിലീറ്റ് എന്നാണ് അതിൻ്റെ ഓപ്പറേഷൻ എനിക്ക് ഓർമ്മയുള്ളത്. ആ സമയം കാണണ്ട. നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. വീണ്ടും അതിലേക്ക് തന്നെ പോവാണ്. രണ്ടാമത്തെ ഈ പറഞ്ഞ ഡേറ്റ സ്ട്രക്ചറാണ് ഡിക്ഷണറി. ഡിക്ഷണറി റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിളിന് കൊടുക്കുന്നു, വേരിയബിളിൻ്റെ പേര് മൈ ഡിക്ഷണറി കൊടുക്കുന്നു. മൈ ഡിക്ഷണറി ഈസ് ഈക്വൽ ടു കേളി ബ്രേസിലാണ് ഈ പറഞ്ഞ ഓപ്പറേഷൻ നടക്കുക. ഞാൻ പ്രിൻ്റ് ചെയ്യുന്നു ടൈപ്പ് ഓഫ് മൈ അണ്ടർസ്കോർ ഡിക്ഷണറി. കണ്ടോ, പൈത്തൺ പറയുന്നു അത് ഡിക്ഷണറിയാണ്, കാരണം ഇത് ഡിക്ഷണറിയാണ് എന്ന് പറയുന്നു. 94ാമത്തെ ലൈനിൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഡിക്ഷണറിയാണെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഒരു ഡിക്ഷണറി? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ബാക്കിയെല്ലാം പോയി. ബാക്കിയെല്ലാം പോയി എന്ന് വെച്ചാൽ മെഷീൻ ലേണിംഗ് പോയി, വെബ് ഡെവലപ്മെൻറ്റ് പോയി, ഓട്ടോമേഷൻ പോയി, ഇനി വരാൻ പോകുന്ന ഡേറ്റ അനാലിസിസ് പോയി, ഡേറ്റ സയൻസ് പോയി, എല്ലാം പോയി. കാരണം ഇതിനകത്താണ് ബാക്കിയെല്ലാം കിടക്കാൻ പോകുന്നതിന്. അതിൻ്റെ ഒരു യൂസ് കേസ് കൂടെ നമുക്ക് നോക്കിയിട്ട് പോകാം. ഡിക്ഷണറി നമ്മളിപ്പം ഒരു CV ഉണ്ടാക്കി, ഞാനത് പറയുന്നത് നിങ്ങളുടെ ഒരു ഓബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. CV ഈസ് എൻ ഓബ്ജക്റ്റ്. അതുപോലെ ഞാൻ പറയുന്നു ഹ്യൂമൻ ഒരു ഓബ്ജക്റ്റ് ആണെന്ന് പറയുന്നു. എൻ്റെ കീബോർഡ് ഒരു ഓബ്ജക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നു. ഓബ്ജക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ ഓബ്ജക്റ്റിന് സർട്ടൺ ക്വാളിറ്റീസ് ഉണ്ട്. അത് ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഉണ്ട്. അതല്ലാതെ ഞാനിപ്പോൾ ഒരു CV എക്സാമ്പിളാക്കി എടുക്കുകയാണെങ്കിൽ CVക്ക് നമുക്കൊരു നെയിമുണ്ട്, അതിനെ അസോസിയേറ്റ് ചെയ്തൊരു വാല്യൂ ഉണ്ട്. ഏജ് ഉണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്. ജെൻഡർ ഉണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്. കോണ്ടാക്റ്റ് ഉണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്. ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്. അങ്ങനെ എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുന്നതെല്ലാം ഒരു കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും എല്ലാം എഴുതുന്നത്. നിങ്ങൾ കാണുന്ന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയൊരു ബില്ല് വാങ്ങിച്ചാൽ നിങ്ങളുടെ മെനു ഒരു ഡിക്ഷണറിയാണ്. നിങ്ങൾ നിങ്ങളുടെ പർച്ചേസ് ബില്ല് ഇൻവോയ്സിൽ കിട്ടുന്നത് ഒരു കീ വാല്യൂ പെയറാണ്, അതൊരു ഡിക്ഷണറിയാണ്. എന്ന് വെച്ചാൽ ചുരുക്കി പറയുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ഒബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് വന്നത്. അതുകൊണ്ടാണ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് തന്നെ വെക്കേണ്ട സാധനമാണ്. കാരണം ചുമ്മാതെ പറഞ്ഞിട്ട് ക്ലാസ് ഇൻസ്റ്റൻസ് അത് പറയാൻ അല്ല അത് ഉണ്ടാക്കുന്നത്.
അതിന് സെപ്പറേറ്റ് യൂസ് കേസ് തന്നെ ഉണ്ട്. അതെല്ലായിടത്തും ഉപയോഗിക്കണ്ട. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഒരു പ്രോജക്റ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ, അതും ഒരു നിസ്സാരമായിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളെപ്പോൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കലാണ് നമ്മുടെ ഈ ഇതിൻ്റെ ഉദ്ദേശം. അല്ലാതെ നമ്മൾ ചുമ്മാതെ ഒബ്ജക്റ്റ് എന്താണ് ചുമ്മാ വലിച്ചു വാരി പറയലല്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ഡിക്ഷണറിയെ ക്രിയേറ്റ് ചെയ്യുക? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രെഡ് നോക്കണമല്ലോ, കാരണം നമ്മൾ എല്ലായിടത്തിലും ക്രെഡ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഡിക്ഷണറിയെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെ? കേളി ബ്രേസ് കൊടുത്തപ്പോൾ ക്രിയേറ്റ് ആയി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് അതിലേക്ക് ഓബ്ജക്ട്സിനെ ഇട്ട് കൊടുക്കണം, അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഓബ്ജക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യും? എലമെൻറ്റ്സ് എന്നാണ് ലിസ്റ്റിൽ വിളിക്കുന്നത്. എന്നാൽ ഇതിനെ ഇവിടെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓബ്ജക്ട്സ് എന്നാണ് വിളിക്കുന്നത്. അതാണ് ആ ഡിഫറൻസ് വരുന്നത്. കാരണം ഒരു ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കീ വാല്യൂ പെയർ ആയിരിക്കും, അല്ലെങ്കിൽ കോമ സെപ്പറേറ്റഡ് കീ വാല്യൂ പെയേഴ്സ് ആയിരിക്കും. ഉദാഹരണം നോക്കാം. അപ്പോൾ ഞാൻ CV തന്നെ ഉദാഹരണമായിട്ട് എടുക്കുന്നു. ക്രെഡ് ഓപ്പറേഷനിലെ ക്രിയേറ്റ് കഴിഞ്ഞു. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? എലമെൻറ്റ്സ് ആഡ് ചെയ്യാണ്. ഇതൊക്കെ റെഫറൻസിന് വേണ്ടി ഇട്ടേക്കാണ്. ഉദാഹരണം ക്രിയേറ്റ് CV എന്ന് പറഞ്ഞൊരു ഓബ്ജക്റ്റ് ഉണ്ടാക്കി. അതാകുമ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നു? ഞാനിത് കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ലൈൻ ബൈനായിട്ട് ഇടാൻ പോകും. അപ്പോൾ കുറച്ച് സെഗ്രിഗേഷൻ ഉണ്ട്. അല്ല, എങ്ങനെയാണ് അല്ലാത്ത കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിൻ്റെ കീയും വാല്യൂയും എപ്പോഴും സ്ട്രിങ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. കാരണം വേരിയബിൾ അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സിംഗിൾ ഓർ ഡബിൾ കോട്ട്സിൽ കൊടുത്തേ നിർബന്ധമുള്ളൂ, അല്ലെങ്കിൽ എറർ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ കീയെയും വാല്യൂവിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന എന്താണ് ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളനാണ്. കോളൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതിനൊരു വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒന്നും കൊടുത്തില്ലെങ്കിൽ നണ്ണാണ് എൻ്റെ വാല്യൂ ഡേറ്റ ടൈപ്പ്. അപ്പോൾ ഞാൻ പറയുന്നു എൻ്റെ വാല്യൂ ഒരു സ്ട്രിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പൈത്തോണിക് വേ ആണ്. കോമ. അപ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് എലമെൻറ്റ് ആഡ് ചെയ്തു, ഫസ്റ്റ് കീ വാല്യൂ പെയർ ആഡ് ചെയ്തു. രണ്ടാമത്തത് ഞാൻ പറയുന്നു ഏജ്. ഞാൻ ഒരു ഇൻറ്റിജർ കൊടുത്തു. 3 ഞാൻ പറയുന്നു കോണ്ടാക്റ്റ്. അത് ഞാൻ പറയുന്ന നമ്പറാണ്. വീണ്ടും കോമ സെപ്പറേറ്റഡ് വാല്യൂ. അതിനുശേഷം പറയുന്നു സ്കിൽസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിലേക്ക് ലിസ്റ്റ് ആഡ് ചെയ്യുന്നു. സ്കിൽ 1 കോമ സ്കിൽ 2 കോമ സ്കിൽ 3. ഞാൻ നേരത്തെ പറഞ്ഞു ലിസ്റ്റിനകത്ത് എന്തും ആവാം. പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് വേണമെന്ന് ഞാൻ പറയാനുള്ള കാരണം ഇനി വരാൻ പോകുന്നതിലെല്ലാം റിപ്പീറ്റഡ് ആണ്. അതെല്ലാം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉപയോഗിച്ച എല്ലാം സ്ട്രിങ്ങും ഇൻറ്റിജറും ബാക്കി ലിസ്റ്റും, അതായത് ലിസ്റ്റ് വിത്തിൻ എ ഡിക്ഷണറി എന്ന് വെച്ചാൽ ഡിക്ഷണറിക്ക് അകത്തൊരു ലിസ്റ്റ്, അതിൻ്റെ വാല്യൂ ലിസ്റ്റാണ്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റ്. കേളി ബ്രേസിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടോ അതെല്ലാം ഒബ്ജക്ട്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ CV ആയി. ഇനിയിപ്പോൾ നിങ്ങളുടെ CV ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വാല്യൂ മാത്രം മാറ്റിയാൽ മതി, ഇതിൻ്റെ സ്ട്രക്ചർ മാറ്റേണ്ട ആവശ്യമില്ല. ദിസ് റിമൈൻസ് സെയിം. നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, ടെംപ്ലേറ്റ് ആക്കാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം, പറയുക നിങ്ങളതിൻ്റെ വാല്യൂ ഒന്ന് മാറ്റിയാൽ മതി. പരിപാടി കഴിഞ്ഞു, ടെംപ്ലേറ്റ് ആയി. ഓക്കെ, ഇപ്പം ഞാൻ ക്രിയേറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു, C കഴിഞ്ഞു. ഇനി റീഡ് ഓപ്പറേഷനാണ്. റീഡ് ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില ആൾക്കാർ ഈ പറഞ്ഞ് മിസ്മാച്ച് ചെയ്യാറുണ്ട്. ഈ ലിസ്റ്റും ഡിക്ഷണറിയും തമ്മിൽ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ട് 2 തരത്തിലൊക്കെ വായിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാവൂ. ഞാൻ ആ മെത്തേഡ് പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് ഞാൻ പറയാം, പക്ഷേ അത് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അതിൻ്റെ മെത്തേഡ് ഇത്രേ ഉള്ളൂ. നെയിം ഓഫ് ദി ഡേറ്റ ടൈപ്പ്. ഇവിടെ നമ്മളുടെ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡിക്ഷണറിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ബ്രാക്കറ്റ്സ്. നേരത്തെ പറഞ്ഞ ഇൻഡെക്സ് പൊസിഷൻ ആണ് ലിസ്റ്റിന് റീഡ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ ഇവിടെ നമ്മൾ ഇൻഡെക്സ് പൊസിഷൻ അല്ല വേണ്ടത്. നമ്മളുടെ പെർമനൻ്റായിട്ട് നിൽക്കുന്ന എന്താണോ അതാണ് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ കീ ആണ് ഈ കേസിൽ നമ്മളുടെ പെർമനൻറ്റ് വാല്യൂ. പക്ഷേ കീ കൊടുക്കുമ്പോൾ എന്താണ്? അത് സ്ട്രിങ്ങിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ സ്ട്രിങ് ചെയ്യുന്നു. ഏജ് വേണം എനിക്ക്. ഞാൻ പറയുന്നു ഐ നീഡ് ടു പ്രിൻ്റ് ഇറ്റ് ഔട്ട്. ഇവിടെ നമ്മുടെ പേര് നെയിം എന്നല്ല CV എന്നാണ്. അപ്പോൾ CVക്കകത്തുള്ള ഏജ് 12 എനിക്ക് കിട്ടണം. അതാണ് എൻ്റെ ഉദ്ദേശം. എനിക്ക് കിട്ടി. ദിസ് ഈസ് എ ഡിക്ഷണറി. ഞാനിത് ഒഴിവാക്കി. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ കീയെ കോൾ ചെയ്താൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. അതാണ് ആ കോൺസെപ്റ്റ്. നിങ്ങൾ സാധാരണ നോക്കുന്നത് എങ്ങനെ? ഒരു ആളുടെ പേരുണ്ടോ നോക്കും, പേരെന്നുള്ള ഹെഡറിലേക്ക് വരും, പേരിനകത്ത് ഇങ്ങനെ കൈ പിടിച്ച് പോകും, പേര് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്യും, അല്ലേ? അങ്ങനെയല്ലേ? എന്നതുപോലെ കീയെ വിളിച്ചിട്ടാണ് നിങ്ങളെപ്പോഴും വാല്യൂവിനെ എടുക്കേണ്ടത്. വേറൊരു മെത്തേഡുണ്ട്, പ്രിൻറ്റ് CV ഡോട്ട്. അത് ഞാൻ ഇവിടെ കാണിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോയിൽ കാണിക്കാം. ഡേറ്റ എടുക്കുന്നു, കോപ്പി, ഞാൻ പറയുന്നു പ്രിൻറ്റ് CV ഡോട്ട്.
നേരത്തെ പറഞ്ഞ എല്ലാ മെത്തേഡ്സും ഇവിടെ ഉണ്ട്. കോപ്പി ഉണ്ട്, പോപ്പ് ഉണ്ട്, ക്ലിയർ ഉണ്ട്, ഫ്രം കീസ് കാരണം കീ വാല്യൂ പേഴ്സ് ആണ്, പോപ്പ് ഐറ്റം, വാല്യൂസ് ഉണ്ട്, കീസ് ഉണ്ട്, അപ്ഡേറ്റ് ഉണ്ട്. കാരണം ഇതും മ്യൂട്ടബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, എടുക്കാം, കുറയ്ക്കാം, എന്തും ചെയ്യാം. മ്യൂട്ടബിൾ ആണ്. ഇറ്റ് ഈസ് ഈസി ടു മാനിപ്പുലേറ്റ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നു എന്തെടുക്കാൻ വന്നേ cv.get. നേരത്തെ പറഞ്ഞ മെത്തേഡിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ് ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഗെറ്റിനകത്ത് എന്ത് പറഞ്ഞു കൊടുക്കണം? നിങ്ങളുടെ കീയെ പറഞ്ഞു കൊടുക്കണം. ഉദാഹരണം, സേവ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു, യു ഗോട്ട് 12. രണ്ട് തരത്തിൽ വിളിച്ചാലും ഡേറ്റ കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞത് മറ്റേ മെത്തേഡാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ ലിസ്റ്റും ഡിക്ഷണറിയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കും. അല്ലെങ്കിൽ രണ്ടിനും ഒരേ ഫോർമാറ്റാണ്. വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൊടുക്കുന്ന എന്താണെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേതിനകത്ത് ഇൻഡെക്സ് പൊസിഷനാണ്, ഇതിൽ നിങ്ങളുടെ സ്ട്രിങ്ങിഫൈഡ് ഉള്ള കീ ആണ്. അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ സ്ട്രിങ് കീ ആണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കീ ഇവിടെ സ്ട്രിങ്ങിലാണല്ലോ. അവന് ഞാനകത്ത് വേറെ ഇനി സ്ട്രിങ്ങിഫൈ എന്ന് പറയേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? അപ്പം പിന്നത്തെ ഒരു യൂസ് കേസാണ്, നമുക്കൊരു വലിയൊരു ഒബ്ജക്റ്റ് കിട്ടി. അത് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യണം. അങ്ങനെ വലിയൊരു ഒബ്ജക്റ്റ് കിട്ടി. ആ ഒബ്ജക്റ്റിനകത്തൊരു ഒരുപാട് കീസും വാല്യൂസും ഉണ്ട്. പക്ഷേ നമുക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ കീ വാല്യൂ പേഴ്സ് നോക്കണം, എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്നുള്ളത്. ഇപ്പോൾ cv.keys എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡിനെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എന്തൊക്കെയാണോ കീ അതിനെ ഒരു ലിസ്റ്റായിട്ട് കാണിച്ചു തരും. കണ്ടോ? എ ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ്. ഇതെന്ന് പറഞ്ഞാൽ ട്യൂപ്പിളാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ബ്രാക്കറ്റ് കാണുന്നത്. ട്യൂപ്പിളിലേക്ക് വരാം. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യുന്നു? ഒരു ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് കിട്ടി. നമുക്ക് അതിൻ്റെ കീസ് മാത്രമേ ഉള്ളൂ. കണ്ടോ? വാല്യൂസ് ഇല്ല. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യമാണ് വാല്യൂസ് എന്ന് പറഞ്ഞ മെത്തേഡ്. cv.values റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ എന്താണോ അതാണ് നമ്മളുടെ ലിസ്റ്റായിട്ട് ട്യൂപ്പിളായിട്ട് കാണിക്കുക. അപ്പോൾ ഇത് ഉപയോഗപ്പെടുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കീ വിളിച്ചാലാണ് നിങ്ങളുടെ ഔട്ട്പുട്ട് കിട്ടുക എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളതിൻ്റെ കീസ് എടുക്കുക, എന്തൊക്കെ കീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് വിളിച്ചാലാണ് നിങ്ങൾക്ക് കിട്ടുക. അത് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്തതിൻ്റെ എന്ത് ഓപ്പറേഷനാണ്? ഇപ്പോൾ റീഡേ ചെയ്തിട്ടുള്ളൂ. ഇനി അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പം ഏജ് 12 ആണെന്ന്, എനിക്ക് ആ ഏജ് മാറ്റണം. അപ്പോൾ ഞാൻ പറയുന്നു cv. ഏതാണ് അതിനകത്ത്? ആടാ അല്ല, സോറി, cv അപ്പനില്ല. കാരണം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഏത് കീയിലാണോ നമ്മുടെ വാല്യൂ ഉള്ളത് ആ വാല്യൂവിനെ മാറ്റുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ നമ്മളുടെ ഡേറ്റ ടൈപ്പ്, ഇപ്പോൾ ഡിക്ഷണറിയാണ്, ഡിക്ഷണറിയുടെ പേരെന്താണ്? cv ആണ്. cvയിലെ ഏജാണ് നമ്മുടെ കീ, അതിൻ്റെ വാല്യൂ ആണ് മാറ്റാൻ പോകുന്നത്. അതിലേക്ക് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നു. എന്താണ്? 13 ആക്കുന്നു. എന്നിട്ട് ഞാൻ പറയുന്നു cv പ്രിൻറ്റ് ചെയ്യാൻ. നൗ ഇറ്റ്സ് 13. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏജ് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ഐ ഗോട്ട് 13 ബാക്ക്. 13. അപ്ഡേറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ. ഇനി ഡിലീഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ പോപ്പ്, ക്ലിയർ എന്തും ചെയ്യാം. ആ സെയിം മെത്തേഡ്സ് എല്ലാം ഇവിടെ തന്നെ ഉപയോഗിക്കാം. അപ്പം ഡിലീറ്റും അങ്ങനെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഡിലീഷനുമായി. ഇനി ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനൊരു പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. ദ പ്രോജക്റ്റ് ഈസ് കോപ്പി ചെയ്തോട്ടെ. എനിക്ക് ഞാൻ AWSൻ്റെ എക്സ്പേർട്ടെന്നല്ല, ഞാനൊരു ക്ലൗഡ് എഞ്ചിനീയറാണ്. അപ്പോൾ ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ ക്ലൗഡ് ടെക്നോളജീസാണ്. ഞാനത് ക്ലിയർ ചെയ്യാണ് ഫോർ എന്തായാലും റെക്കോർഡിങ്സ് ആണല്ലോ. എനിക്ക് എന്ത് ചെയ്തു? AWS എന്ന് പറഞ്ഞാൽ നിങ്ങൾ AWSനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ അത് വേറെ ഒരു സാധനമാണ്. അത് ഞാൻ വേറൊരു ക്ലാസ് വെക്കുന്നതായിരിക്കും ബെറ്റർ. AWS ഒരു കടലാണ്, അത് പറയാലോ. അപ്പോൾ AWSൽ എനിക്ക് കുറച്ച് മെഷീൻസ് ഉണ്ട്. ഇപ്പോൾ EC2 എന്നൊക്കെ പറയുന്നത് ആമസോൺ മെഷീൻ, ഒരു വെർച്വൽ മെഷീൻസാണ്. ആ വെർച്വൽ മെഷീൻസിനെ ചില സിറ്റുവേഷൻസിൽ എനിക്ക് ചില മാനിപ്പുലേഷൻ നടക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലെ സമയം പറയണം, 5 മണിക്ക് ശേഷം ആ മെഷീൻ റണ്ണിങ് സ്റ്റേറ്റിലാണെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യണം. ഓട്ടോമേഷനാണ്, വൺ ഓഫ് ദി ഓട്ടോമേഷനാണ്. പിന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്, ഇന്ന മെഷീൻ അതിലുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക, കാരണം അത് അൺവാണ്ടഡ് ആണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ പറയും, ഈ പറഞ്ഞ ലൂപ്പിലൂടെ പോയതിന് ശേഷം ഏതെങ്കിലും ഒരു മെഷീൻ സ്റ്റേൽ സ്റ്റേറ്റ്, അതായത് റണ്ണിങ് സ്റ്റേറ്റിലല്ലെങ്കിൽ അതിനെ റീസ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള യൂസ് കേസസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ നമ്മുടെ റിയൽ പ്രോജക്ട്സ് എന്ന് പറഞ്ഞത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പ്രിൻ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൺസോളിലേക്ക് കാണാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ പ്രോഗ്രാമാറ്റിക് ആക്സസിൽ
നമ്മളല്ല സംസാരിക്കുന്നത്, പ്രോഗ്രാംസാണ് സംസാരിക്കുന്നത്. അപ്പോൾ മനുഷ്യന്മാർക്ക് പോയൊരു കാര്യം ചെയ്യലല്ല, അതിനൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് പറഞ്ഞു കൊടുത്തതിന് ശേഷം അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ് നമ്മൾ ഓട്ടോമേഷനിൽ ചെയ്യുന്നത്. ഓട്ടോമേഷൻ എന്നല്ല, എല്ലാ വെബ് ടെക്നോളജീസ് ആയാലും എല്ലാത്തിലും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഡേറ്റ ജെയ്സണിലാണ്, എന്ന് വെച്ചാൽ ഡിക്ഷണറി ഫോർമാറ്റിലായിരിക്കും തിരിച്ച് അങ്ങോട്ട്, എന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിലുള്ള മെഷീനും ഈ പറഞ്ഞ രണ്ട് സർവീസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഈ പറഞ്ഞ ജെയ്സൺ ഫോർമാറ്റിലാണ്, എന്ന് വെച്ചാൽ ഡിക്ഷണറി ഫോർമാറ്റിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്നൊക്കെ വിളിക്കാം. കമ്പ്യൂട്ടേഴ്സിൻ്റെ അല്ല, ഈ പറഞ്ഞ ഇൻ്റർനെറ്റിൻ്റെ യൂണിവേഴ്സൽ ലാംഗ്വേജാണ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസിൻ്റെ ഒക്കെ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജാണ് ഈ പറഞ്ഞ ജെയ്സൺ. ജാവാ സ്ക്രിപ്റ്റ് ഒബ്ജക്റ്റായിട്ട് നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബ്രൗസർ നിങ്ങളുടെ സെർവറിലേക്കൊരു ഇൻസ്റ്റഗ്രാമിലേക്കൊരു സെർവർ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെർവർ റെസ്പോൺസ് കൊടുക്കുന്നത് ജെയ്സണിലായിരിക്കും. അത് ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം കാണിക്കാം. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഡേറ്റാ പ്ലേസ് ഹോൾഡർ ഉണ്ട്. ഞാൻ അതിൻ്റെ എക്സാമ്പിൾ നോക്കട്ടെ. ഇത് തന്നെ എടുക്കാം. ഞാനിതൊരു API സെർവറാണ്. ഈ API സെർവറിലേക്ക് നിങ്ങളൊരു പിങ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞത് ഇതിങ്ങനെയായിരിക്കും. കണ്ടോ, ഇതൊരു ജെയ്സൺ ഡേറ്റയാണ്, ഇത് ലിസ്റ്റാണ്. ഇതിനെ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ ഭംഗിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിനകത്ത് ഓരോ ഒബ്ജക്ട്സ് ഉണ്ട്. കേട്ടോ, 1 2 3, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ നെറ്റ്വർക്ക് ലെയറിൽ ഇതിൻ്റെ നെറ്റ്വർക്ക് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഇതുണ്ടോ, നിങ്ങൾ കൊടുത്ത പോസ്റ്റിൻ്റെ റെസ്പോൺസ്, നിങ്ങൾ കൊടുത്ത ഹെഡേഴ്സ് ഉണ്ട്, അതിൻ്റെ റെസ്പോൺസ് ഹെഡേഴ്സ് ഉണ്ട്, അതെല്ലാം മെറ്റഡേറ്റാസ് ആയിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസും ഇതേപോലെ ജെയ്സണിലായിരിക്കും. കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും. എന്ന് വെച്ചാൽ ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏത് കമ്മ്യൂണിക്കേഷൻ നടത്താനും ഒന്നുകിൽ ഈ പറഞ്ഞ XML ഫോർമാറ്റിലോ അല്ലെങ്കിൽ SOP പറഞ്ഞ REST APIയുടെ ഫോർമാറ്റിലോ നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടും. ഒന്ന് XML അല്ലെങ്കിൽ പറഞ്ഞ JSON ഫോർമാറ്റിലോ. അപ്പോൾ അതിനെ പാർസ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെയാണ് നമ്മളീ പറഞ്ഞ എക്സാമ്പിൾ വരുന്നത്. ഞാനിപ്പം AWSൻ്റെ മെഷീനിലേക്ക് ഒരു റെസ്പോൺസ് കൊടുത്തു. അപ്പോൾ ഞാൻ ലിസ്റ്റ് ചെയ്യാവുന്ന റെസ്പോൺസാണ് കൊടുത്തതെന്ന് വെച്ചാൽ അതിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് മെഷീൻസിനെ ലിസ്റ്റ് ചെയ്യണം. അതാണ് ഞാനിപ്പോൾ കൊടുത്ത ഒരു ഓപ്പറേഷൻ. അപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് ഒരു റെസ്പോൺസ് തിരിച്ച് കിട്ടി. ഇത്രയാണ് റെസ്പോൺസ് എനിക്ക് തിരിച്ച് കിട്ടിയത്. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയ റെസ്പോൺസിന് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ, അതായത് if you wanted to do some data processing, first thing to do is store it in a variable. സ്റ്റോർ ഇട്ട് എന്നേ പറയുന്നുള്ളൂ, വേരിയബിളാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ഡേറ്റ റെസ്പോൺസ് കിട്ടി, ഐ എം സേവിങ് ഇറ്റ് ആസ് ഡേറ്റ. ഞാൻ പറയുന്നു അതെൻ്റെ വേരിയബിളിൻ്റെ പേര് ഡേറ്റ എന്നാണ്. കാരണം എനിക്ക് ഇത്രയും കൂടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ എനിക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഡേറ്റ എന്ന് വിളിക്കുന്നു. അപ്പം മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്യണമല്ലോ, കമൻറ്റ് ചെയ്തിട്ടേക്കാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഡേറ്റ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഡേറ്റ മാനിപ്പുലേഷൻ ചെയ്യാൻ പോണിപ്പോൾ. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഡേറ്റ വിച്ച് യു റിസീവ്ഡ്. ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, പ്രിൻറ്റ് ഡേറ്റ. അല്ലെ ഞാൻ പറയുന്നു ടൈപ്പ് ഓഫ് ഡേറ്റ. നമുക്ക് അതിൻ്റെ ടൈപ്പ് കണ്ടുപിടിക്കാം, എന്നാലാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണോ വേണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ അടുത്ത് പറയുന്നത് ഡിക്ഷണറിയാണ് നമുക്ക് കിട്ടിയത് എന്ന് വെച്ചാൽ എന്താ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, എങ്ങനെ ഡിക്ഷണറി ഐഡൻറ്റിഫൈ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ കേളി ബ്രൈസ് ആൻഡ് എൻഡ്സ് വിത്ത് എ കേളി ബ്രൈസ്. കഴിഞ്ഞു, ദിസ് ഈസ് എ ഡിക്ഷണറി. അപ്പോൾ നിങ്ങൾക്കറിയാം ഡിക്ഷണറിയുടെ ഈ പറഞ്ഞ ക്രെഡ് ഓപ്പറേഷൻ എങ്ങനെ ചെയ്യണമെന്ന്. ഇപ്പം നമുക്ക് വേണ്ടത് ഡിക്ഷണറിയിലുള്ള നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ കുറേ ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഇപ്പം ഞാൻ വന്നേക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടി, എൻ്റെ മെത്തേഡ് ഞാൻ പറയുകയാണെങ്കിൽ ഐ വിൽ ചെക്ക് ഫോർ ദ കീസ്. ഇതിനകത്ത് എന്തൊക്കെ കീ ഉണ്ട്, എന്നാലും എനിക്ക് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ എന്താ, ഒരു കീയേ ഉള്ളൂ. റിസർവേഷൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ കീയിലാണ് ഈ പറഞ്ഞ സാധനം തുടങ്ങുന്നത്. നോക്കിക്കോ, പിന്നീട് വരുന്ന ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റിസർവേഷൻസ് എന്നുള്ള കീയിൽ വിളിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ റീഡ് ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ്. നെയിം ഓഫ് ദ ഡിക്ഷണറി വിത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സ്ക്വയർ ബ്രാക്കറ്റ്സ് വിത്ത് ദ വാല്യൂ ഓഫ് ദ കീ. ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്ത് കിട്ടി, നെക്സ്റ്റ് ഡേറ്റ ടൈപ്പ് കിട്ടിയത് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് നോക്കുക. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ സ്ക്വയർ ബ്രാക്കറ്റ് ആൻഡ് എൻഡ്സ് വിത്ത് എ സ്ക്വയർ ബ്രാക്കറ്റ്. അതുകൊണ്ട് ഇതെന്താണ്, ദിസ് ഈസ് എ ലിസ്റ്റ്.
ഞാനത് പ്രിൻറ്റ് ചെയ്യുന്നില്ല, ലിസ്റ്റാണ്, ഇപ്പം എനിക്കറിയാവുന്നതല്ലേ. അപ്പോൾ ലിസ്റ്റാണ്. അപ്പോൾ ലിസ്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ലിസ്റ്റിൻ്റെ ഓപ്പറേഷൻസിലെത്തി. ഭയങ്കര രസകരമുള്ള സാധനം. മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി പാളുന്നത് ഒരുപാട് സ്റ്റേജിലാണ്. ആൻസിബിളിനകത്ത് തെറ്റും, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പറഞ്ഞ ബോട്ടോ 3യുടെ ലൈബ്രറീസ് പ്രോസസ്സ് ചെയ്യുന്നതിനകത്ത് തെറ്റും. ശ്രദ്ധിച്ചിരുന്നില്ലേ പോവും. അപ്പം നമുക്ക് കിട്ടി. ഇനി വരുന്നത് എന്താണ്? ലിസ്റ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കേണ്ടത് എത്ര എലമെൻറ്റ്സ് ഉണ്ട് ഈ ലിസ്റ്റിൽ നോക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ലിസ്റ്റിലേക്ക് കയറിയത് കൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊരു ലിസ്റ്റായിട്ട് ഞാൻ വേരിയബിൾ സേവ് ചെയ്യണം. ഇനി രണ്ടാമത് ടൈപ്പ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാതെ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇനി ലിസ്റ്റിനെ വിളിച്ചാൽ മതി, മറ്റേത് ഇങ്ങനെ ഡേറ്റ റിസർവേഷൻ എന്ന് വിളിച്ച് പോകണം. അപ്പോൾ ഞാൻ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രിൻറ്റ് ലെങ്ത് ഓഫ് ലിസ്റ്റ്. അതിനകത്ത് എത്ര ഒബ്ജക്റ്റ് ഉണ്ടെന്ന് നോക്കട്ടെ, അല്ല എത്ര പറഞ്ഞ എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ പറയുന്നു 13 എഴുതുന്നു. ഇവിടെ 13 എളുപ്പമുണ്ടല്ലോ. ഓക്കെ, അതും കളഞ്ഞു. എക്സിക്യൂഷൻ. അപ്പോൾ ഒറ്റ ലിസ്റ്റേ ഉള്ളൂ. എന്നുവെച്ചാൽ ആ ലിസ്റ്റിനകത്ത് ഒരു എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുക അതെന്താ ഇത്രയും സാധനം കാണിച്ചിട്ട് ഒരു എലമെൻറ്റേ ഉള്ളൂ എന്നുകൊണ്ട് എന്തുമാത്രം ഡേറ്റനകത്ത് ഇറപ്പുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും നോക്കണം. ഇപ്പോൾ ലെങ്ത് കണ്ടുപിടിച്ചു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു എലമെൻ്റ് ഉള്ളെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ എത്രയാണ്? 0 ആണ്. ശരിയല്ലേ? അപ്പോൾ ലിസ്റ്റ് ഓഫ് 0 വേണം ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടുന്ന് വേണം ചെയ്യുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെയും പറയണം ഇതിങ്ങോട്ട് കോൾ ചെയ്യണം. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അല്ലെങ്കിൽ പ്രിൻറ്റ് നേരത്തെ പറഞ്ഞു ഡേറ്റയിൽ നിന്ന് എൻ്റെ റിസർവേഷൻ എന്ന് പറഞ്ഞിട്ട് കീ വിളിച്ചു. കീ കോപ്പി ചെയ്യുന്നു. റിസർവേഷൻ വിളിച്ചപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ലിസ്റ്റ് കിട്ടി. ലിസ്റ്റിനകത്ത് ഒരു എലമെൻ്റേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ 0th ഇൻഡെക്സ് വിളിച്ചു. ബിക്കോട്ടെ എന്ത് കിട്ടിയപ്പം? ഡിക്ഷണറി വിളിച്ച് കിട്ടിയെന്ന് കാരണം എന്താ? കേളി ബ്രേസ് ആണ്. അപ്പോൾ ഡിക്ഷണറിക്കകത്ത് എന്ത് ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് അതിനകത്ത് എന്തൊക്കെ കീസ് ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ കീസ് എടുക്കുമ്പോൾ വി ഗോട്ട് ഗ്രൂപ്പ്സ്, ഇൻസ്റ്റൻസസ്, ഓണർ ID ആൻഡ് റിസർവേഷൻ ID. എനിക്കിതിനകത്ത് വേണ്ടത് ഇൻസ്റ്റൻസസ് ആണ്. ഇൻസ്റ്റൻസ് എന്ന് വെച്ചാൽ വെർച്വൽ മെഷീൻസ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് കീ ഉണ്ട്. അപ്പോൾ ഞാൻ ആ കീയെ വിളിക്കാം. അതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ഓപ്പറേഷൻ എന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്, പക്ഷേ അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഫോളോ 1 സ്റ്റെപ്പ് അലോൺ. 1 മെത്തേഡ് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കീ വിളിക്കുന്നു. കാരണം സ്പെല്ലിങ് തെറ്റാൻ പാടില്ല. കാരണം അതിൻ്റെ കീ അങ്ങനെ തന്നെ വിളിച്ചാലേ ആ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലിസ്റ്റ് കിട്ടി. കുറേ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കിനി നോക്കണം വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ലിസ്റ്റ്. ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ വീണ്ടും എളുപ്പമായി, കാരണം 0th ഇൻഡെക്സ് അല്ലേ. അപ്പോൾ വീണ്ടും പ്രശ്നമില്ല. ഞാൻ ലെങ്ത് കളഞ്ഞു. വീണ്ടും ഞാൻ പോകുന്നു 0th പൊസിഷൻ. പിന്നെ എനിക്ക് എന്ത് കിട്ടി? ഡിക്ഷണറി കിട്ടി. തീർന്നില്ല, ഡിക്ഷണറി കിട്ടി. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസ്റ്റൻസിൻ്റെ മൊത്തത്തിലുള്ള പ്രോപ്പർട്ടീസ് മുഴുവൻ ഇതിനകത്ത് വരും. എന്ന് വെച്ചാൽ ഇതെങ്ങനെ ലോഞ്ച് ഇൻഡെക്സ് എത്രയാണ്, ഇതിൻ്റെ മെഷീൻ ഇമേജ് എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയെടുത്ത CD ഏതാണ്, ഈ മെഷീൻ ഒരു ID ഉണ്ടെങ്കിൽ ആ ഐഡൻറ്റിഫിക്കേഷൻ ഏതാണ്, ഈ മെഷീൻ്റെ ടൈപ്പ് എന്തുതരം മെഷീനാണിത്, ഇതിനകത്തുള്ള കീ പെയർ ഏതാണ്, എപ്പോഴാണ് ലോഞ്ച് ചെയ്തത്, മോണിറ്ററിങ് സ്റ്റേറ്റ് എന്താണ്, ഏത് അവൈലബിലിറ്റി സോണിലാണ് പ്ലേസ് ചെയ്തത്, DNS നെയിം എന്താണ്, അങ്ങനെ പോകുന്ന IP അഡ്രസ്സ് എന്ന് വെച്ചാൽ ഒരു മെഷീനെ സംബന്ധിച്ച കംപ്ലീറ്റ് ഡേറ്റയും നിങ്ങൾക്കിതിൽ കിട്ടും. അതുകൊണ്ടാണ് ഞാനിതിനെ പറഞ്ഞത് ഒരു ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞത്. മനസ്സിലായോ? അല്ല നമ്മൾ ചുമ്മാ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അല്ല. ഒരു വസ്തുവിനെ സംബന്ധിക്കുന്ന എന്തും അതിനകത്ത് ഉൾക്കൊള്ളണം, എന്നാലേ ഒബ്ജക്റ്റ് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ സിൻറ്റാക്സ് ഫെയിൽ ആവുന്നതിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്ക് ഒബ്ജക്റ്റ് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനകത്ത് നിന്നുള്ള കീസ് കണ്ടുപിടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഇൻസ്റ്റൻസ് ID ആണ് വേണ്ടത്. അപ്പോൾ എനിക്കെന്തത്? കീസിനകത്ത് പറഞ്ഞ MI ലോഞ്ച് ടൈം ഉണ്ട്, ഇമേജ് ഉണ്ട്, ഇൻസ്റ്റൻസ് ID ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കീസ് ഒഴിവാക്കിക്കൊണ്ട് ഇൻസ്റ്റൻസ് IDയെ വിളിക്കുകയാണ്. ഇൻസ്റ്റൻസ് ID വിളിക്കുന്നു, റൺ ചെയ്യുന്നു. ഐ ഗോട്ട് എന്ത് നോക്കാം. നമുക്ക് എന്തേരം ഡേറ്റ നോക്കണ്ടേ? നമുക്കൊരു വാല്യൂ കിട്ടി, പക്ഷേ അതെന്താണെന്ന് നമ്മൾ അതാണ് ഇത്ര നാൾ പഠിച്ചതിനകത്ത് വല്ല പ്രയോജനം വേണ്ടേ? ഇറ്റ് ഈസ് എ സ്ട്രിങ്. ഇപ്പോഴാണ് നമ്മൾ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിൽ എത്തിയത്. എന്ന് വെച്ചാൽ അറ്റ് ദി എൻഡ്
നമ്മളൊരു സാധനത്തിൻ്റെ വാല്യൂയിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഈ പറഞ്ഞ പ്രിമിറ്റീവ്സ് ഓർ നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ആയിരിക്കും അറ്റ് ദി എൻഡ് കിട്ടാൻ പോകുന്നത്. ചിലപ്പോൾ അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്രിമിറ്റീവ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ലിസ്റ്റിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവസാനം കിട്ടുന്നൊരു സാധനം ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് പഠിച്ചില്ലെങ്കിൽ നോൺ പ്രിമിറ്റീവ് പോയി, ഫങ്ഷൻസ് പോയി, ക്ലാസ്സസ് പോയി, മൊത്തം താറുമാറായി. അപ്പോൾ നിങ്ങൾ പറയും ഇത് ഈ പറഞ്ഞ ഈ സാധനത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 മണിക്കൂറായി. എനിക്ക് വേണമെങ്കിൽ പറഞ്ഞങ്ങ് പോകാം എന്താണ് ഡേറ്റ ടൈപ്പ്, എന്താണ് ഡേറ്റ സ്ട്രക്ചർ പറഞ്ഞിട്ട് പോകാം. പക്ഷേ നിങ്ങളിത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇനി വരുന്ന ഫ്യൂച്ചർ സാധനങ്ങളെല്ലാം പൊട്ടും. വെബ് ഡെവലപ്മെൻറ്റ് പൊട്ടും. പിന്നെ ഞാൻ പറഞ്ഞ എന്തൊക്കെയാണോ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ടോ അതെല്ലാം പൊട്ടാൻ പോകുന്നത് ഈ പറഞ്ഞ ഡേറ്റ സ്ട്രക്ചേഴ്സിലാണ്. മെഷീൻ ലേണിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ ഇതിനേക്കാട്ടിലും കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് വരാനുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പൈത്തൻ്റെ ബേസിക്സ് പഠിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ പറഞ്ഞ ബാക്കിയുള്ളവരേക്ക് ചാടി പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇപ്പം ഒരു ഡേറ്റാ സയൻസിൻ്റെ കോഴ്സ് എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ അവർ പറയണം, ചോദിക്കണം നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് പൈത്തൺ ബേസിക്സ് ഇല്ലെങ്കിൽ നിങ്ങൾ വരരുതെന്ന് പറയണം. അല്ലെങ്കിൽ ഞങ്ങളുടെ ബേസിക്സിൻ്റെ കോഴ്സ് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ പൈസയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തരുത്. ഭയങ്കര നഷ്ടമായിരിക്കും നിങ്ങൾക്ക്. ഒരിക്കലും ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബേസിക്സ് എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനിപ്പം ഇന്നലെ ഞാൻ ഒരാളെ കോൺടാക്ട് ചെയ്തു. ആൾ പറഞ്ഞ എൻ്റെ അടുത്ത് ഓപ്പൺ ഷിഫ്റ്റിൻ്റെ ക്ലാസ് എടുത്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓപ്പൺ ഷിഫ്റ്റ് വേണമെന്നില്ല, നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ ഓപ്പൺ ഷിഫ്റ്റ് പഠിക്കുന്ന, നിങ്ങൾക്ക് കണ്ടെയ്നറിൻ്റെ ഫണ്ടമെൻറ്റ്സ് അറിയുമെന്ന് ചോദിച്ചു. അതറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടെയ്നർ അല്ലേ പഠിക്കേണ്ടത്, നിങ്ങൾ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടെയ്നർ ടെക്നോളജി പഠിച്ചാൽ നിങ്ങൾക്ക് ഡോക്കർ പഠിക്കാം, കണ്ടെയ്നർ ഡി പഠിക്കാം, റോക്കറ്റ് ഡി പഠിക്കാം, കുബർനെറ്റിസ് പഠിക്കാം, ഹെൽം ചാർട്ട് പഠിക്കാം, നമ്പർ എന്ന് വെച്ചാൽ ഓപ്പൺ ഷിഫ്റ്റ് പഠിക്കാം, ഹെറോക്ക് പഠിക്കാം. അങ്ങനെ കുറേ ചെയിൻ ഓഫ് ടെക്നോളജീസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ എന്തുകൊണ്ട് ഈ കോഴ്സ് എടുത്തു, എന്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പ്രോട്ടോടൈപ്പിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കോഴ്സ് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന മെത്തേഡ് ഒരാളും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഉള്ളതാണ് പറയാമല്ലോ. ഞാൻ കിട്ടിയിട്ടുള്ളതെല്ലാം റിഫൈൻ ചെയ്തിട്ടുള്ളതാണ്, എൻ്റെതായ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്, എൻ്റെ തരം ചോദ്യങ്ങളിലൂടെ. ഞാൻ ചിലപ്പോൾ ChatGPT ചോദിക്കുമ്പോഴൊക്കെ ChatGPT എക്സലൻ്റ് അനോമലി ആണല്ലോ എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. കാരണം അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടില്ല ഇതുവരെ. എൻ്റെ എക്സാമ്പിൾസ് എല്ലാം റിയൽ വേൾഡ് എന്നാണ് ഞാൻ എടുക്കുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു നോട്ട്ബുക്സ് ഒന്നും ഞാൻ ഇതുവരെ റെഫർ ചെയ്തിട്ടില്ല. നോട്ട്ബുക്സ് ഒന്നും എനിക്ക് പ്രസൻറ്റേഷൻ ഇല്ല. പിന്നെ എന്ത് ചെയ്യാനും അത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അത് ബോറിംഗ് ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ നിർത്തി. ഓക്കെ, നമുക്ക് സ്ട്രിങ് കിട്ടി. ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ച സാധനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മെഷീൻ ID റണ്ണിങ് സ്റ്റേറ്റിലാണെങ്കിൽ ഐ നീഡ് ടു സ്റ്റോപ്പ് ദ മെഷീൻ. അതാണ് എൻ്റെ കണ്ടീഷൻ. ഓക്കെ, ഞാൻ ഈ ടൈപ്പ് കളയാണ്. സിൻറ്റാക്സ് ഞാൻ ഒന്നുകൂടെ എഴുതാം. അല്ല, സിൻറ്റാക്സ് അല്ല, അൽഗോരിതം എഴുതാം. ഫൈൻഡ് ദി ഇൻസ്റ്റൻസ് ID ഫ്രം ദി ലിസ്റ്റ് ഓഫ് AWS മെഷീൻസ് യൂസിങ് ബോർഡർ 3. അതൊരു പ്ലഗിനാണ്, അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല, അത് ഓട്ടോമേഷൻ്റെ ഭാഗത്താണ്. ഇതൊക്കെ ബേസിക്സ് അല്ലേ. അതിനുശേഷം പറയുന്നു വൺസ് ദി മെഷീൻ സ്റ്റേറ്റ് ഈസ് റണ്ണിങ് സ്റ്റോപ്പ് ദി ഇൻസ്റ്റൻസ്. സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം പറയാം മൂന്നാമത് സെൻഡ് ആൻ ഇമെയിൽ ടു ദി ടൈപ്പൊന്നും പ്രശ്നമില്ല, ഇമെയിൽ ടു ദി ഓപ്പറേഷൻസ് ലീഡ്. ഇൻഫോം ചെയ്യാം. അത്രേ ഉള്ളൂ, തീർന്നു, പരിപാടി കഴിഞ്ഞു. എപ്പോഴും അൽഗോരിതം എഴുതി തുടങ്ങണം, എന്നാലേ നിങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ. അപ്പം എനിക്കെന്ത് ചെയ്ത് ഇൻസ്റ്റൻസ് ID കിട്ടി. അപ്പം ഇൻസ്റ്റൻസ് ID അല്ല എനിക്കിപ്പോൾ വേണ്ടത്. എന്താണ് വേണ്ടത്? ഇൻസ്റ്റൻസ്. ഓക്കെ, ഇതാണ്ട് ഇൻസ്റ്റൻസിൻ്റെ സ്റ്റേറ്റാണ് എനിക്ക് വേണ്ടത്. ആദ്യം എനിക്ക് വേണ്ടത് ഈ ഇൻസ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അപ്പോൾ ഞാനിത് കണ്ടീഷൻ ഇതാണ് ഇഫ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ മുഴുവൻ ഞാൻ എന്ത് ചെയ്തു, ഈ പ്രിൻറ്റിന് അകത്തുള്ള സാധനത്തെ ഒരു വേരിയബിളിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്യാം. കാരണം വീണ്ടും പറഞ്ഞു ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റൻസ് _ID ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടി എങ്കിൽ ഇഫ് ഏതായിരുന്നു അതിനകത്ത്, ഞാൻ കീസ് ഒന്നുകൂടെ എടുക്കട്ടെ. കീസ് സോറി ലിസ്റ്റ് അല്ലേ, അവിടെ ഒന്നുകൂടെ സോറി, അവിടെ ഇഷ്യൂ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഡിക്ഷണറി കിട്ടി. അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, കീസ് എടുക്കുകയാണ്. മനസ്സിലാകത്തില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ അതിനകത്ത് എന്തുണ്ടെന്ന് വെച്ചാൽ ഐ ഹാവ് എ സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നു ഇഫ് ഈസ് ഇൻസ്റ്റൻസ് ഐ ഡി, അതായത് ട്രൂ ആണോ, അല്ല ഞാൻ പറയുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ഐഡൻറ്റിറ്റി ഓപ്പറേഷൻ അതിൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ ഈസ് ഇൻസ്റ്റൻസ് ഐ ഡി എങ്ങനെയാണെന്ന് തോന്നി, ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഇഫ് ഇൻസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇഫ് ഇൻസ്റ്റൻസ് ഐ ഡിയുടെ വാല്യൂ ട്രൂ ആണോ നോക്കട്ടെ. ചെക്ക് ഇറ്റ്, ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പ്രിൻറ്റ് എൻ്റെ ബൂളിയൻ വാല്യൂ വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈസ് ഇൻസ്റ്റൻസ് അതിൻ്റെ ചെക്ക് ചെയ്യുന്നത് എന്തായിരുന്നു? ഈസ് ഇൻസ്റ്റൻസ് അങ്ങനെ സാധനം ഉണ്ടായിരുന്നു. ഈസ് നോട്ട് നൺ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. ഓക്കെ, അത് ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു കണ്ടീഷനാണ്. അപ്പോൾ ഞാൻ ഈ കണ്ടീഷനാണ് എഴുതാൻ പോകുന്നത്, നോട്ട് നൺ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. ഇതാണ് കണ്ടീഷൻ ഉണ്ടാക്കലാണ് ആദ്യത്തെ പണി. കാരണം പ്രോഗ്രാം എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു ബൂളിയനിലേക്ക് എത്തിക്കലാണ് നിങ്ങളുടെ പണി, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ പറയുന്നു വേണേൽ ഈസ് നൺ എന്ന് പറയാം. ഈസ് നൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഫോൾസ് ആണ്. ഇപ്പം വേണേൽ അതും ചെക്ക് ചെയ്യാം. നോട്ട് എന്നേരം എടുത്ത് അപ്പോൾ നമുക്ക് ഈസ് കൊടുക്കാം. ഐഡൻറ്റിറ്റി ഓപ്പറേഷൻ ആണ് നേരത്തെ പറഞ്ഞ പോലെ. സോറി, ഈസ് നൺ എന്നോ ഒരു കണ്ടീഷൻ രണ്ടെണ്ണേ ഉള്ളൂ. അപ്പം പിന്നെ ഇത് വേണമെന്നില്ല, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോവാം. ഈസ് സോറി നോട്ട് നൺ. നൺ അല്ലെങ്കിൽ അതായത് വാല്യൂസ് ഇല്ലെങ്കിൽ, വാല്യൂ ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ നണ്ണ്. നോട്ട് നൺ എന്ന് പറഞ്ഞാൽ വാല്യൂ ഉണ്ടെങ്കിൽ എന്നല്ലേ. അപ്പോൾ ഞാൻ പറയുന്നു അതിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ ആ മെഷീൻ റണ്ണിങ് എന്നല്ലേ അർത്ഥം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഐ നീഡ് ടു സോറി ഇങ്ങനെയാണ് വേണ്ടത്. എനിക്ക് ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഐ ഡി കിട്ടി, അതിനുശേഷം അതിൻ്റെ സ്റ്റേറ്റ് റണ്ണിങ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ ഞാൻ പറയുന്നു ഇൻസ്റ്റൻസ് ഐ ഡി പറഞ്ഞു, അതിനുശേഷം നമ്മൾ മറ്റൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കീ ഉണ്ടല്ലോ, സ്റ്റേറ്റ്. അപ്പോൾ ഞാൻ പറയുന്നു ഇൻസ്റ്റൻസ് അണ്ടർസ്കോർ സ്റ്റേറ്റ്. അപ്പോൾ ഞാൻ പറയുന്നു ഇത് നോട്ട് ഇൻസ്റ്റൻസ്. ഞാൻ ചാറ്റ് പിടിച്ച് വെക്കട്ടെ, കാരണം എങ്ങനെയാണ് ഈ പറഞ്ഞ ആ ഒരു കണ്ടീഷൻ. how to find if a variable is empty. നോട്ട് തന്നെയാണ്, സോറി നോട്ട് ആ ഇൻസ്റ്റൻസ് ഐ ഡി ആണ് കേട്ടോ. ഇൻസ്റ്റൻസ് അണ്ടർസ്കോർ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇൻസ്റ്റൻസ് ഓഫ്, ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിനുണ്ട് ഒരു വാല്യൂ ഉണ്ട്. സ്റ്റേറ്റ് സോറി സ്റ്റേറ്റിൻ്റെ വാല്യൂ എന്താണ് അതോടെ നോക്കട്ടെ. ഡീബഗ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടെ എററാവും. അപ്പോൾ ഞാൻ സ്റ്റേറ്റ് എടുത്തു, പിന്നെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പറയുന്നു അതിനകത്തൊരു വീണ്ടും ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പം ഇതിൽ നെയിം എന്ന് പറഞ്ഞ വീണ്ടും ഒരു കീ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കോൾ ചെയ്യാം നെയിം. അപ്പോൾ എങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ അതിനകത്ത് റണ്ണിങ് എന്ന് പറഞ്ഞെത്തി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിലേക്ക് വീണ്ടും അഡോപ്റ്റ് ചെയ്യാണ്. ഇത് കോപ്പി. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യും, ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് എന്താണ്, ഇപ്പോൾ റണ്ണിങ് ആണെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നു ഇഫ് മറ്റേ സാധനം ഞാൻ കളയുന്നു, അതിനുശേഷം പറയാണ് ഇഫ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു റണ്ണിങ്. കാരണം സ്ട്രിങ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ സ്ട്രിങ്ങിനെ ഞാൻ ഇക്വേറ്റ് ചെയ്യാണ്. ഇതെങ്ങനെയാണെങ്കിൽ, കാരണം ഈക്വൽ സൈൻ ഡബിൾ ഈക്വൽ സൈൻ വരുന്നത് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്. അപ്പോൾ ഞാൻ പറയുന്നു കണ്ടീഷൻ എഴുതുന്നു ഇഫ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു റണ്ണിങ്. സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യാണ്. റണ്ണിങ് ആണെങ്കിൽ പ്രിൻറ്റ്. ഞാനത് എക്സിക്യൂഷൻ ചെയ്യുന്നില്ല, കാരണം എക്സിക്യൂഷൻ ഇതല്ല, വേറെ സാധനം വെച്ച് ടൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ടൂള് ബോട്ടോ 3 എന്ന് പറഞ്ഞിട്ടുള്ള പ്ലഗിൻസ് ചെയ്തിട്ടാണ്. അതിപ്പം
ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ പറയാണ് സ്റ്റോപ്പിംഗ് ദി ഇൻസ്റ്റൻസ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വേറൊരു ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിനുശേഷം പ്രിൻറ്റ് ഇൻസ്റ്റൻസ് സക്സസ്ഫുള്ളി സ്റ്റോപ്ഡ്. അല്ലേ, സക്സസ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം എന്താണ് ഞാൻ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാമത് മെഷീൻ സ്റ്റോപ്പ് ചെയ്യണം. അതുപോലെ തന്നെ സെൻഡ് ആൻ ഇമെയിൽ ടു ദി ഓപ്പറേഷൻസ് ലീഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഫംഗ്ഷൻസിലേക്ക് വരാം. അത് വേണമെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് ഫംഗ്ഷൻസിൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കണ്ടീഷൻ എഴുതി, കണ്ടീഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. സോ വി ക്യാൻ എക്സിക്യൂട്ട് ഇറ്റ്. സോ സ്റ്റോപ്പിംഗ് ദി ഇൻസ്റ്റൻസ് എന്ന് വെച്ചാൽ റണ്ണിങ് ആണ്. അതിനുശേഷം ഇൻസ്റ്റൻസിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. വേണമെങ്കിൽ ചെയ്യാം, കാരണം അടുത്ത് നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണമല്ലോ. എന്നിട്ട് പറയുന്നു അതിൻ്റെ സ്റ്റേറ്റ് നമുക്ക് റണ്ണിങ് മാറ്റിയിട്ട് സ്റ്റോപ്ഡ് എന്നുള്ള സ്റ്റേറ്റേക്ക് മാറ്റണം. ഓക്കെ, അത് ചെയ്താലോ. നമ്മുടെ സാധനം ഡേറ്റയാണ് അല്ലേ, ഡേറ്റയാണ് നമ്മുടെ വേരിയബിൾ. ഡേറ്റയ്ക്കകത്ത് എന്തുണ്ട്, റിസർവേഷൻ എന്ന് വെച്ചിട്ടുള്ള ഒരു സ്ട്രിങ് ഉണ്ട്, ഒരു കീ ഉണ്ട്. ആ കീയിനകത്ത് ഒരു 0th എലമെൻറ്റിൽ ഒരു ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റൻസിൽ ഒരു 0th ഒബ്ജക്ട്സിൽ സ്റ്റേറ്റ് എന്താണ്, സ്റ്റേറ്റിൻ്റെ നെയിം എന്ത് ചെയ്യുന്നു, നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് പറയുന്നു സ്റ്റോപ്ഡ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ്. ക്രെഡിലെ യു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡേറ്റയിൽ ആ പറഞ്ഞ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പറയുന്നു പ്രിൻറ്റ് എന്ത് ചെയ്യുന്നു, നെയിം പ്രിൻറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നേരത്തെ റണ്ണിങ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പ്രിൻറ്റ്, ഇവിടെ ഞാനൊരു സെഗ്രിഗേഷൻ ഇട്ട് കൊടുക്കണം, നേരത്തെ പറഞ്ഞ പോലെ കാണാൻ വേണ്ടിയിട്ട്, വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട്. അണ്ടർസ്കോർ മൾട്ടിപ്ലൈഡ് ബൈ 100 lines. സ്ട്രിങ് ആൻഡ് ഇൻറ്റിജർ മൾട്ടിപ്ലിക്കേഷൻ റൺ ചെയ്യുന്നു. കണ്ടോ, ആ ഒരു വര വന്നു. അതിനുശേഷം പറയുന്നു ദിസ് ഈസ് സ്റ്റോപ്ഡ്. സോറി, ഇത്രയും വേണ്ട, ഒരു 90 മതി. കണ്ടോ, സ്റ്റോപ്പ് ചെയ്തു മെഷീൻ. സോ we have successfully stopped, and then we have taken the state, and then now we are sending an email saying okay, send an email എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അത് വേണ്ടി ചെയ്യാം. പറയുകയാണെങ്കിൽ പറയുന്നു സെൻഡിങ് ഇമെയിൽ, send hi, the machine has been stopped. വേണമെങ്കിൽ ഇതിനകത്ത് ക്രോൺ സെറ്റ് ചെയ്യാം. ക്രോൺ ചെയ്തിട്ട് പറയാം നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അതൊക്കെ വേറെ തരത്തിലുള്ള ഓട്ടോമേഷൻ. എവറിത്തിങ് ഇസ് ലോജിക് മാറ്റേഴ്സ്. ലോജിക് ഫെയിൽ ആയാൽ എവറിത്തിങ് ഫെയിൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ റൺ ചെയ്യാണെങ്കിൽ അയാൾക്ക് മെയിലും പോകും. അപ്പോൾ അവിടെയാണ് ഞാൻ മെമ്പർഷിപ്പ് ഓപ്പറേഷൻ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. മെമ്പർഷിപ്പ് ഓപ്പറേഷൻ ഒന്നുമില്ല, അതിനാ സിൻറ്റാക്സ് എടുത്താലേ ലൂപ്സ് എടുക്കാൻ പറ്റുള്ളൂ. സോറി.